ഒറ്റയ്ക്ക് ജീവിക്കുന്നത് സന്തോഷമുള്ള കാര്യമല്ല. പക്ഷെ ഈ ലോകം അതാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നല്ലതല്ലെന്നാണ് കർത്താവ് പറയുന്നത്. ഒരുപക്ഷെ ഒറ്റയ്ക്കായ ഒരവസ്ഥയിലായിരിക്കാം നിങ്ങൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന വിഷമത്തോടെ നിങ്ങൾ കാണുകയായിരിക്കാം. നിങ്ങളുടെ ഉള്ളിൽ തോന്നേണ്ടത് കർത്താവ് എന്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസമാണ്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. വീണ്ടും ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ഏകാന്തത വേണ്ട എന്നുള്ള തലക്കെട്ടിലുള്ള പരിപാടിയാണ് കാണാൻ പോകുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്നത് വേറെ, ഏകാന്തത വേറെയാണ്. എല്ലാവരും ഉള്ളപ്പോഴും ആരുമില്ല എന്നോ നമ്മൾ ചിന്തിക്കുന്നതാണ് ഏകാന്തത. ഇന്ന് പലർക്കും ഈ ഏകാന്തത അനുഭവപ്പെടുന്നുണ്ട്. ഏകാന്തതയിൽ അകപ്പെട്ട് അതിൽ നിന്ന് പുറത്തു വരാനാകാതെ ഇന്ന് അനേകം പേർ കഷ്ടപ്പെടുന്നുണ്ട്. ഈ ഏകാന്തത അനുഭവപ്പെടുമ്പോഴാണ് പലരും തെറ്റായ ബന്ധങ്ങളിൽ ചെന്ന് ചാടുന്നത്. ഈ ഏകാന്തത ഉപയോഗിച്ചാണ് സാത്താൻ പലരുടെയും ഉള്ളിൽ പ്രവേശിച്ച് അവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത്. അതിനാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് കർത്താവ് നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. അതിനാൽ കർത്താവിന്റെ മക്കളായ നമ്മൾ ഏകാന്തത ഒഴിവാക്കാം, യേശുക്രിസ്തുവിനോടൊപ്പം ജീവിക്കാം. ഇപ്പോൾ നമുക്ക് ജ്യോതി ചേച്ചി എന്ന നാടകം കാണാം. അച്ഛാ, അച്ഛൻ തന്നെ എന്നെ കൊണ്ടുപോയി വിട്ടേക്ക്. എവിടേക്കാ മോളെ? നമ്മുടെ വീട്ടിലേക്കോ? അല്ലച്ചാ, ഞങ്ങളുടെ വീട്ടിലേക്ക്. എനിക്ക് വലിയ സന്തോഷമായി മോളെ. പക്ഷെ ഞാൻ നിന്നെ കൊണ്ടുപോയി വിടാൻ വരുത്തില്ല മോളെ. എല്ലാ കാര്യങ്ങൾക്കും അച്ഛൻ വെറുതെ തലയിടാൻ പാടില്ല. അതേ മോളെ, ഞാനാണോ നിന്നെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് വരാൻ പറഞ്ഞത്? അല്ലല്ലോ, നീയായിട്ടല്ലേ വന്നത്. അതുകൊണ്ട് നീ തന്നെ തിരിച്ചു പോണം. അതാ മോളെ നല്ലത്. ചില സമയങ്ങളിൽ നിങ്ങളുടെ രണ്ടുപേർക്കും നടുവിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ തീർക്കണം മോളെ. ഇതെന്താ, ഈ മനുഷ്യൻ ലൈറ്റ് പോലും ഇട്ടിട്ടില്ലല്ലോ. ഇതെന്ത് പേപ്പറാ? ഒരുപക്ഷെ നിന്റെ ഭർത്താവ് വേറൊരു പെണ്ണിനെ വിവാഹം കഴിച്ചാ നീ അതിന് സമ്മതിക്കോ? എങ്ങനെയെങ്കിലും മാരുതി ഡൈവേഴ്സ് ചെയ്തിട്ട് വേറൊരു പെണ്ണെ കല്യാണം കഴിക്കണം. ചേച്ചേ, അത് പാവമാണ്. എന്തു പറഞ്ഞാലും മാരുതി തന്നെയാണ് എൻ്റെ ഭാര്യ. അവളെപ്പോലെ വേറെ ആരെ കിട്ടും എനിക്ക്?
നിങ്ങള് ദേ നോക്ക്, കുറച്ച് നാള് നമുക്ക് ഒറ്റയ്ക്ക് കഴിയാം. നിനക്ക് നിന്റെ അമ്മയോട് സംസാരിക്കാനല്ലേ ഇഷ്ടം? അതുകൊണ്ട് നീ നിന്റെ അമ്മയുടെ വീട്ടിൽ തന്നെ വെക്കോ. എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. അല്ലേട്ടാ, ഞാൻ എന്താ പറയുന്നെന്ന് വെച്ചാ, എന്താ അമ്മേ? മരുമോൻ എന്താടി പറഞ്ഞത്? പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? നീ അമ്മയുടെ അടുത്തേക്ക് തന്നെ പൊയ്ക്കോന്ന് പറഞ്ഞു. വളരെ സന്തോഷം. ഇങ്ങോട്ട് ഇറങ്ങി പോരെ, ഞാൻ നിന്നെ നോക്കിക്കോളാം. അമ്മയായി പോയി, അല്ലെങ്കിൽ അത്ര തന്നെ. ഇനി ഒരിക്കലും എന്നെ വിളിച്ചു പോരുത്. ഞാൻ ജീവിച്ചാലും ജീവിക്കാതെ പോയാലും വിളിക്കരുത്. ഞാൻ എന്റെ ഏട്ടന്റെ കൂടെ ജീവിച്ചോളാം. ഫോൺ വെക്കേ. അമ്മേ, ഇന്ന് മോൻ സ്കൂളിൽ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോ? ശരി അമ്മേ. അമ്മ ഒരു ഗുളിക എടുത്ത് കഴിക്കേ, എന്നിട്ട് ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് വാ. മോൻ സ്കൂളിലേക്ക് പൊയ്ക്കോ, അമ്മ നോക്കിക്കോളാം. ശരി അമ്മേ. അമ്മേ, ജാനമ്മ സുബി ചേച്ചിക്ക് സുഖമില്ലെന്ന് പറയുന്നത് കേട്ടു. അതെ മോളെ, ഞാനും അറിഞ്ഞായിരുന്നു. പാവം മോളെ. എന്താ അമ്മേ? അവളെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല മോളെ. എന്താ അമ്മേ പറയുന്നേ? അവള് ഓർഫനേജിൽ വളർന്ന കുട്ടിയാ. അവളുടെ ഭർത്താവ് ഇവിടെ ജനിച്ച ആളാ. സ്വന്തക്കാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരും അവളുടെ സഹായത്തിനായി വരില്ല മോളെ. പാവം, ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുക. മറ്റുള്ള സമയങ്ങളിലൊന്നും ഒന്നും അറിയില്ല. പക്ഷെ ഇതുപോലൊരു ചുറ്റുപാടിലാണ് ശരിക്കും കൂടെ ഒരാള് വേണ്ടത്. ഈ ലോകത്ത് ഏകാന്തത എന്നത് ക്രൂരമാണ് മോളെ. ഇപ്പൊ അസുഖം എങ്ങനെയുണ്ട് സുബി? ആ, കുഴപ്പമില്ല ചേച്ചി. നിങ്ങളൊക്കെയാണ് എന്നെ ഒരുപാട് സഹായിച്ചത്. നന്ദിയുണ്ട് ചേച്ചി. അതൊന്നും സാരല്ല സുബി. അസുഖത്തേക്കാൾ കൂടുതൽ ഒറ്റപ്പെടലാണ് എന്നെ ഒരുപാട് വേദനിപ്പിച്ചത്.
അതെ ചേച്ചി, വീട്ടിനകത്ത് മിണ്ടാൻ പോലും ആരുമില്ല. ഞാനും എന്റെ മോനും മാത്രമേ ഉള്ളൂ. അത് തന്നെ എന്നെ ഒരുപാട് വേദനയിലേക്ക് കൊണ്ടുപോയി വിടുക. സുബി, നീ എന്തിനാ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കുന്നേ? നിന്റെ കൂടെ എപ്പോഴും യേശു ഇല്ലേ? ഉം. യേശുവിനെ എല്ലാരും ഉപേക്ഷിച്ചു പോയപ്പോഴും ഏകാന്തതയിലായ യേശു ഞാൻ തനിച്ചല്ല പിതാവിന്റെ കൂടെയാണുള്ളതെന്നാണ് പറഞ്ഞത്. നിന്റെ കൂടെ യേശു ഉണ്ട് സുബി. ഉം. നീ ഭയപ്പെടേണ്ട, എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് യേശു പറഞ്ഞിട്ടില്ലേ? പിന്നെന്തിനാ സുബി വിഷമിക്കുന്നത്? ചേച്ചി, ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് കിട്ടി. പക്ഷേ എനിക്കിവിടെ കൂട്ടിനാണ് ആരുപോലും ഇല്ലാത്തത്. ഒന്ന് പറഞ്ഞേ, നീ എന്തിനാ ഇങ്ങനെ വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്നത്? പുറത്തിറങ്ങ്, നിനക്കായിട്ടൊരു നല്ല കൂട്ടുകെട്ടുണ്ടാക്കിയെടുക്ക്. തിരുസഭയില് സ്ത്രീകളുമായിട്ട് ചേർന്ന് പ്രാർത്ഥിക്ക്. ദൈവമക്കളുമായിട്ട് തീർച്ചയായും നമുക്കൊരു ബന്ധം ഉണ്ടായിരിക്കണം സുബി. ഉം. നീ പഠിച്ചവളല്ലേ, ജോലിക്കും പോകാം. ഉം. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ചെയ്യ്. എന്താ ചേച്ചി? കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യ് സുബി. നീ ശുശ്രൂഷ ചെയ്യാൻ ആരംഭിക്കുന്ന സമയത്ത് നിന്റെ ഈ ഏകാന്തതയൊക്കെ താനെ മാറിക്കൊള്ളും സുബി. അതേസമയത്ത് വിദേശത്തുള്ള നിന്റെ ഭർത്താവിനോടും വേഗം ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറയേ. അദ്ദേഹം കൂടി ഇങ്ങോട്ട് വന്നാ നിനക്കൊരു താങ്ങും സഹായവും കൂടി ആകില്ലേ? ദൈവവുമായിട്ടുള്ള നിന്റെ ബന്ധം ശക്തിപ്പെടുത്തണം. പരിശുദ്ധവാന്മാരുമായിട്ടുള്ള ഐക്യത്തെ ബലപ്പെടുത്തണം. ശുശ്രൂഷ ചെയ്യാൻ ആരംഭിക്ക്. പിന്നെ നീ നോക്കിക്കോ, ഏകാന്തതയിലുള്ള പലർക്കും നീ ഒരു അനുഗ്രഹമായി തീരും. ഉം. ശരി ചേച്ചി. ഏകാന്തതയിൽ ജീവിക്കുന്നത് സന്തോഷമുള്ള കാര്യമല്ല. പക്ഷെ ഈ ലോകം ഏകാന്തതയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ മനുഷ്യൻ അങ്ങനെ ജീവിക്കുന്നത് നല്ലതല്ലെന്നാണ് കർത്താവ് പറയുന്നത്. കുടുംബത്തെയും മക്കളെയും ഒക്കെ നാട്ടിലാക്കിയിട്ട് ദൂരസ്ഥലങ്ങളിലോ വിദേശത്തോ ഒക്കെ ജോലി ചെയ്യുന്നവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. ഏകാന്തതയുടെ വേദന എന്താണെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ശരിയായ തുണയെ സൃഷ്ടിച്ച് പുരുഷനെയും അതുപോലെ സ്ത്രീയെയും കർത്താവ് ഒന്നിപ്പിച്ചത്. ഒന്നായി ചേർന്ന നിങ്ങൾ ഇന്ന് വേർപിരിഞ്ഞു പോയി ഒറ്റയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും തെറ്റല്ലേ? ചില കുടുംബങ്ങളിൽ സംസാരിക്കാൻ പോലും ഒരാളില്ലാതെ ഏകാന്തതയിൽ ദുഃഖിക്കുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾ ആളുണ്ടായിട്ടും ഏകാന്തതയിലാണ്. ഏകാന്തത ഭയത്തെ കൊണ്ടുവരും. ഏകാന്തത ദുഃഖത്തെ കൊണ്ടുവരും. ഏകാന്തത ഇച്ഛയെയും പാപത്തെയും കൊണ്ടുവരും. ഏകാന്തത കുഴപ്പത്തിലാക്കും, ആത്മഹത്യക്ക് പ്രേരിപ്പിക്കും. ഈ ഒരു സമയത്ത് നിങ്ങളെക്കാളും നിങ്ങളുടെ ഭാര്യയ്ക്കാണ് താങ്ങും തണലും വേണ്ടത്. അതെ രഞ്ജിത്ത്, നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഡോക്ടറെ ഞാൻ കണ്ടു. മാലതിക്ക് ഗർഭം ധരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അത് മാലതിയോട് പറയുകയും ചെയ്തു. ഏട്ടാ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു ചുറ്റുപാടിൽ ഏകാന്തത മാലതിയുടെ ആരോഗ്യത്തെ ബാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ വേർപിരിയരുത്. നിങ്ങൾ തമ്മിലൊരു വേർപിരിവുണ്ടാവരുത്. നിങ്ങൾ ഒന്നിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം. എങ്ങനെയുണ്ടായിരുന്നു ജ്യോതി ചേച്ചി? നാടകം കണ്ടില്ലേ? പ്രയോജനകരമായിരുന്നോ? അടുത്തതായി സഹോദരി ചെല്ലാറാണി അപ്പാദുരെ അവരുകൾ നിങ്ങൾക്കായി കർത്താവിന്റെ വചനം പറഞ്ഞ് നിങ്ങളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. നിങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക.
കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നേ ദിവസം നിങ്ങളുമായി ചേർന്ന് കർത്താവിന്റെ വചനം ധ്യാനിക്കാനുള്ള ഭാഗ്യം എനിക്ക് കർത്താവ് കൃപ നൽകിയതിനായി കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിന് സ്തോത്രം പറയുന്നു. കർത്താവിന്റെ ആ വലിയ കൃപ കൊണ്ട് നല്ല വീട് എന്ന ഈ പരിപാടിയുടെ 52-ാം എപ്പിസോഡിന്റെ സംപ്രേഷണത്തിനായി കർത്താവ് കൃപ നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ 51 ആഴ്ചകളായി കർത്താവ് എത്രയോ സാക്ഷ്യങ്ങളെ നമുക്ക് തന്നു. എത്രയോ കുടുംബങ്ങളിൽ സമാധാനം, എത്രയോ കുടുംബങ്ങളിൽ കർത്താവ് അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. ഇന്നും ഈ ഒരു പരിപാടിയിലൂടെ, അതുപോലെ വരാനിരിക്കുന്ന ഇത്തരം പരിപാടിയിലൂടെയും കർത്താവിന്റെ നാമം മഹത്വപ്പെടും. കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൽപ്പിച്ചരുളും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നോക്കുകയാണെങ്കിൽ ചില കുടുംബങ്ങളിലൊക്കെ ഏകാന്തതയിൽ ജീവിക്കേണ്ട ഒരു സ്ഥിതി കാണുന്നുണ്ട്. ഇന്ന് നാടകത്തിൽ നമ്മളത് കണ്ടു. അവിടുത്തെ ആ കുടുംബനാഥൻ വിദേശത്തേക്ക് പോയത് കാരണം ആ സഹോദരി ഒറ്റയ്ക്കാക്കപ്പെട്ട ഒരു സ്ഥിതി. അതുമാത്രമല്ല, ഇന്ന് പലരും വിദേശത്തേക്ക് ജോലിക്കായി പോയിട്ടുണ്ടാവും. അതിനാൽ വീട്ടമ്മമാർ തനിച്ച് ജീവിക്കേണ്ട ഒരു സ്ഥിതിയായിരിക്കും. ചില കുടുംബങ്ങളിൽ നോക്കിയാൽ ഭാര്യയോ ഭർത്താവോ കർത്താവിന്റെ സേവനത്തിനായി പോയതിനാൽ വീട്ടിലുള്ള മറ്റുള്ളവർ ഒറ്റയ്ക്കായി കാണും. ചില കുടുംബങ്ങളിൽ മക്കൾ വിദേശത്തേക്ക് പോയി അവിടെ കുടുംബത്തോടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ മാതാപിതാക്കൾ ആ വീട്ടിൽ ഒറ്റയ്ക്കായി ജീവിക്കുകയായിരിക്കും. അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനമില്ലായ്മ കൊണ്ട് ചില കുടുംബങ്ങൾ വേർപിരിഞ്ഞു പോയതുകൊണ്ട് തന്നെ ചിലർ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട സ്ഥിതിയിലായിരിക്കാം. ചിലർ പറയാറുണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനേ പറ്റില്ല, എൻ്റെ ഉള്ളിൽ ഒരു മരണഭയം തോന്നുന്നുണ്ട്, ഞാനെങ്ങാനും മരിച്ചു പോയാലോ എന്നുള്ള ഒരു മരണഭയം എൻ്റെ ഉള്ളിലുണ്ട്, അത് കാരണം രാത്രി സമയത്ത് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, എനിക്ക് ഉറക്കമേ ഇല്ല എന്ന് പറയുന്നവരുമുണ്ട്. ഈ ഏകാന്തത കാരണം എന്നെ സഹായിക്കാനായി എൻ്റെ വീട്ടിൽ വരുന്നവരോട് പോലും ഞാൻ വല്ലാതെ ദേഷ്യപ്പെടുന്നു, എനിക്ക് ടെൻഷനാകുന്നു, എനിക്ക് മനസ്സമ്മർദ്ദം അനുഭവപ്പെടുന്നതുകൊണ്ട് ഇന്ന് ഒരു സൈക്യാട്രിസ്റ്റിനെ ചെന്ന് കണ്ട് മനോരോഗത്തിനുള്ള ചികിത്സ എടുക്കുകയാണ് ഞാൻ എന്നൊക്കെ പറയുന്നവരുമുണ്ട്. ബൈബിളിൽ യോഹന്നാൻ 16-ാം അധ്യായത്തിലെ 32-ാം വചനത്തിൽ കർത്താവ് പറയുന്നു, ക്രൂശിൽ കയറ്റുന്നതിന് മുൻപ് കർത്താവ് പറയുന്നു, നിങ്ങളെല്ലാവരും എന്നെ വിട്ട് വേർപിരിഞ്ഞു പോകും, ഞാൻ ഒറ്റയ്ക്ക് ആയി പോകും, എങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ല, കാരണം എന്റെ പിതാവ് എന്റെ കൂടെ ഉണ്ട് എന്ന് യേശു തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മാത്രമല്ല, കർത്താവായ യേശുവിന് പോലും ഏകാന്തതയിൽ ജീവിക്കേണ്ട ഒരു ചുറ്റുപാട് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ യേശു എന്താണ് പറയുന്നത്? ഞാൻ ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്കാക്കപ്പെട്ടാലും ഒറ്റയ്ക്കല്ല, ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല, കാരണം പിതാവ് എന്റെ കൂടെയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒറ്റയ്ക്കാക്കപ്പെട്ട ഒരു സ്ഥിതിയിൽ നിങ്ങൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. ഒന്നാമതായി, യേശുവിനെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. മാതൃകയായിരിക്കുന്ന യേശുവിനെ നാം സ്വീകരിക്കണം. എന്റെ കാലടി പിന്തുടർന്ന് വരുവിൻ എന്നവൻ പറഞ്ഞിട്ടില്ലേ? ആ യേശുവിനെ നമുക്ക് പിന്തുടരാം. കർത്താവ് തന്നെ പറയുന്നുണ്ട്, എനിക്കും ഏകാന്തതയിൽ ഇരിക്കേണ്ട ഒരു ചുറ്റുപാട് വരുന്നുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ ഇരിക്കില്ല, പിതാവ് എന്റെ കൂടെ ഉണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ആദ്യം കർത്താവ് എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരിക്കണം. യെശയ്യാവ് 41-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. അപ്പോൾ ഈ വചനമനുസരിച്ച് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ചിന്ത എല്ലാവരുടെ ഉള്ളിലും ഉണ്ടായിരിക്കണം. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ആ ഒരു ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ കർത്താവുണ്ട്. രണ്ടാമതായി, നമ്മൾ എപ്പോഴും ബിസി ആയിരിക്കണം, ഓക്യുപ്പൈഡ് ആയിരിക്കണം, എൻഗേജ്ഡ് ആയി, എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഇൻവോൾവ്ഡ് ആയിരിക്കണം. അതായത് ജോലിക്ക് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്ത് ജോലിയായാലും സമ്പാദ്യത്തിന് വേണ്ടിയല്ല, എന്തോ ഒരു നേരം പോക്കിന് വേണ്ടി, ശമ്പളം അല്പം കുറവായാലും ശരി, അല്ലെങ്കിൽ ഓണററി ആയിട്ട് ജോലി ചെയ്താലും ശരി, ഉദ്യോഗത്തിന് പോകാനുള്ള താല്പര്യമുണ്ടെങ്കിൽ ഒരു ഉദ്യോഗത്തിന് പോകാമല്ലോ. നിങ്ങളാൽ കഴിയുന്ന ജോലി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നല്ല ആത്മീകതയുള്ള സഹോദരീ സഹോദരന്മാരുമായി ഐക്യത്തിലാവുക. അവരുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടുമ്പോൾ അവരുമായിട്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ തളർന്നു പോകുന്ന അവസരങ്ങളിൽ അവരുമായിട്ട് നിങ്ങൾ ഫോണിലൂടെയോ മറ്റോ ബന്ധപ്പെടുമ്പോൾ അവർ കർത്താവിലൂടെ നിങ്ങൾക്ക് നല്ല ആശ്വാസ വാക്കുകൾ പറയുന്നതാണ്. ആ വാക്കുകൾ നിങ്ങൾക്ക് ആശ്വാസം നൽകും, ധൈര്യം നൽകും, ശക്തി നൽകും. കർത്താവിന്റെ വചനം പറയുന്നു, ജഡം ബലഹീനമാണ്, ആത്മാവ് ഉത്സാഹമുള്ളതാണ്. കർത്താവ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? 2-3 പേർ ഏക മനസ്സോടെ എവിടെ പ്രാർത്ഥിച്ചാലും ഞാൻ അവിടെ വരും എന്ന്. അപ്പോൾ അവരെ നിങ്ങൾ നേരിട്ട് കണ്ടില്ലെങ്കിൽ പോലും ഫോണിൽ അവരുമായിട്ട് നിങ്ങൾ സംസാരിക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെ ഏക മനസ്സോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ഇറങ്ങി വരും.
നിങ്ങൾക്കവൻ ശക്തി നൽകും. ബലത്തോടെ ദൃഢമനസ്സോടെ ഇരിപ്പിൻ എന്നാണ് പറയുന്നത്. ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കർത്താവ് നിങ്ങൾക്ക് ശക്തി നൽകും, ധൈര്യം നൽകും, നിങ്ങളെ ഉത്സാഹിപ്പിക്കും എന്റെ പ്രിയപ്പെട്ടവരെ. അതിനാൽ നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത ആദ്യം വിട്ടുകളയുക. ഒന്നുകിൽ ജോലിക്ക് പോവുക, അല്ലെങ്കിൽ ആത്മീയതയുള്ളവരുമായി കൂട്ടുകൂടുക, പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുക. നിങ്ങൾ ഒറ്റയ്ക്ക് ഈ പരിപാടി കാണുകയായിരിക്കാം. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒറ്റയ്ക്കാണ്, പക്ഷേ കർത്താവിന്റെ കൂടെ തന്നെ ഉണ്ട്. കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, മെസ്സേജ് നൽകുന്നു, കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നു, സ്നേഹം വെളിപ്പെടുത്തുന്നു, ആശ്വാസ വാക്കുകൾ നൽകുന്നു. ഇത് നമ്മെ കർത്താവുമായിട്ട് ഐക്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ മനോഹരമായി വഴി നടത്തിക്കൊണ്ടുപോകും. അതിനാൽ ഇന്ന് ഈ പരിപാടി കാണുന്ന നിങ്ങളാലാവുന്ന ശുശ്രൂഷ തീർച്ചയായും ചെയ്യുക. ഒരുപക്ഷെ പുറത്ത് ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റില്ല, പ്രസംഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നവരോട് കർത്താവിനെ കുറിച്ച് പറയുക. വീട്ടിൽ ജോലി ചെയ്യുന്നവരോ അയൽ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ പരിചയക്കാരോട് ഫോണിൽ സംസാരിക്കുക. കർത്താവിന്റെ ആ സ്നേഹത്തെക്കുറിച്ച് അവരോട് വ്യക്തമായി പറയുക. കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുക. കർത്താവ് ശുശ്രൂഷകരുടെ കൂടെ നിന്ന് കർത്താവ് വഴി നയിക്കുന്നതാണ്. ശുശ്രൂഷകരുടെ സന്തോഷത്തിനായി അവൻ എന്നും കൂടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഏകാന്തത എന്ന ദുഃഖം അവൻ മാറ്റുന്നതാണ്, ഭയം മാറ്റുന്നതാണ്. കർത്താവ് തന്റെ സന്തോഷം കൊണ്ട് നിങ്ങളെ തീർച്ചയായും നിറയ്ക്കുന്നതാണ്. ഒരേ ഒരു സംഭവത്തെക്കുറിച്ച് മാത്രം ഞാൻ പറയാം, എന്നിട്ട് പ്രാർത്ഥനയിലേക്ക് കടക്കാം. എന്റെ പരിചയത്തിൽ പ്രിയപ്പെട്ട ഒരു സഹോദരിയുണ്ട്, ജനൈഡ. 3 മക്കളുണ്ട്. 2 പെൺമക്കളും 1 മകനുമുണ്ട്. എല്ലാവരും കൊച്ചുകുട്ടികളാണ്. ഒരു ദിവസം അവർ വന്നു. എനിക്ക് വല്ലാത്ത ക്ഷീണമായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് പോയി. അവർ പരിശോധിച്ചു നോക്കിയിട്ട് ബോൺ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. നിങ്ങൾ ഇനിയും 1 വർഷം പോലും ജീവിച്ചിരിക്കില്ല എന്നാണ് അവര് പറഞ്ഞത്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. 3 കൊച്ചുമക്കളാണ്. എനിക്ക് സഹായത്തിന് ആരുമില്ല, കൂടപ്പിറപ്പുകളുമില്ല. ഭർത്താവാണെങ്കിൽ മരിച്ചിട്ട് 4 വർഷമായി. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. വല്ലാത്ത ഭയം. ഈ ഭയം കാരണം തന്നെ ഞാൻ മരിച്ചു പോകും എന്നുള്ള സ്ഥിതിയിലാണ്, അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് വന്നത്. ആ സഹോദരിക്ക് ഞാൻ കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. കർത്താവ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ജോലിക്ക് പോവുക. അതോടൊപ്പം തന്നെ ആത്മീയ ഐക്യത്തിലേക്കും വരിക. അവർ തുടർച്ചയായി പ്രാർത്ഥനയ്ക്ക് വരാറുണ്ട്. മാത്രമല്ല പറ്റുമ്പോഴൊക്കെ അവധി ദിവസങ്ങളിലും ശുശ്രൂഷയ്ക്ക് വരിക. ഇന്ന് അവര് വരുന്നുണ്ട്. കർത്താവിന്റെ വലിയ കൃപയാണത്. ഡോക്ടേഴ്സ് പറഞ്ഞത് ബോൺ ക്യാൻസർ ആണ്, 1 വർഷമേ ഉള്ളൂ, മരിച്ചു പോകുമെന്ന്. ഇന്ന് ഏറെക്കുറെ 8.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ സഹോദരി നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു. എങ്കിലും ചെക്കപ്പിന് പോയിട്ട് വരാറുണ്ട്. ചെക്കപ്പിന് പോകുന്നുണ്ട്, പക്ഷെ നല്ല ആരോഗ്യമുണ്ട്. തന്നെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ ജോലി ചെയ്യുന്നുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അനേകം പേർക്ക് സാക്ഷിയായി നിൽക്കുന്നു. ഇന്ന് അവരുടെ ആ കൊച്ചുകുട്ടികൾ, പെൺമക്കൾ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു. മൂത്ത മകന് ജോലിയും കിട്ടിക്കഴിഞ്ഞു. ഇന്ന് കർത്താവിൽ അവർ സുഖമായി ജീവിക്കുന്നു. ഏകാന്തതയിൽ ജീവിച്ചിരുന്ന അവർ ഒരു മാരക രോഗം ബാധിച്ചിട്ടു പോലും ഒരു ഏകാന്തത ഫീൽ ചെയ്യാത്ത വിധം ജോലിക്ക് പോകുന്നു, ശുശ്രൂഷ ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അവരെ കർത്താവ് മറ്റുള്ളവർക്ക് ആശ്വാസത്തിനുള്ള ഒരു മാതൃകയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആശ്രയമില്ലാതിരുന്ന ആ ജനൈഡ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. പ്രാർത്ഥന ഐക്യത്തിൽ പങ്കെടുത്തു. കർത്താവുമായി ചേർന്ന് ജീവിക്കാൻ ആരംഭിച്ചു. ഇന്ന് നോക്കിയാൽ കർത്താവ് 1 വർഷം കൂടിയേ ജീവിച്ചിരിക്കൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ ജനൈഡയെ കർത്താവ് നല്ല ആരോഗ്യം നൽകി സംരക്ഷിച്ചിരിക്കുന്നു. അവർ സുഖമായിട്ട് ജീവിക്കുന്നു, നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു. കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏകാന്തതയിലിരുന്ന് ഈ പരിപാടി കാണുകയായിരിക്കാം. കർത്താവിൽ ശക്തിപ്പെടുവിൻ. കർത്താവിന്റെ വചനങ്ങൾ ഞാൻ നിന്നോട് കൂടെ തന്നെയുണ്ട്, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നാണ്. ആ വചനം പോലെ കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി നമുക്ക് എല്ലാവർക്കും കൂടി ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രമർപ്പിക്കുന്നു രാജാവേ, ഞങ്ങൾ അങ്ങയെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രമർപ്പിക്കുന്നു. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ഞങ്ങൾ അങ്ങയെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രമർപ്പിക്കുന്നു. ഇന്നേ ദിവസം കർത്താവേ, ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ എന്നുള്ള ഭയത്തോടെയും ആശയക്കുഴപ്പത്തോടെയും, കർത്താവേ എന്റെ ഭാവി എന്താകും എന്നുള്ള ഒരു ചോദ്യചിഹ്നത്തോടുകൂടി ജീവിക്കുന്ന ഓരോരുത്തരുടെ മേലും അങ്ങയുടെ ശക്തി ഇറങ്ങി വരുന്നതിനായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കർത്താവേ, അങ്ങയുടെ ശക്തി ഇവരിൽ ഓരോരുത്തരിലും ഇറങ്ങണമേ. ഇപ്പോൾ അങ്ങ് ഇവരുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് ഇവർ മനസ്സിലാക്കാനായി, കർത്താവ് എന്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ഉറപ്പ് നൽകുന്നതിനായി പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവരിലേക്ക് ഇറങ്ങുമാറാകട്ടെ. കർത്താവെ, അങ്ങയുടെ അഭിഷേകം ഇവരിൽ ഒഴുകുമാറാകട്ടെ. താങ്ക് യു ലോർഡ്. അങ്ങേക്ക് നന്ദി പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ഇവരെ നിറയ്ക്കുന്നതിനായി നന്ദി കർത്താവേ. കർത്താവ് ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടുകൂടി മറ്റുള്ളവരോട് അങ്ങയെക്കുറിച്ച് അറിയിക്കുവാൻ, ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപ നൽകണമേ കർത്താവേ. അവർക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള ശക്തി നൽകണമേ, അഭിഷേകം നൽകണമേ, ധൈര്യം നൽകണേ കർത്താവേ. കർത്താവിന്റെ ആത്മാവ് ഭയത്തിന്റെ ആത്മാവല്ല, ശക്തിയും സ്നേഹവും വ്യക്തമായ ബുദ്ധിയും നൽകുന്ന ആത്മാവാണ് ദൈവമേ. അങ്ങയുടെ അഭിഷേകം ഇറങ്ങുന്നതിനായി നന്ദി അർപ്പിക്കുന്നു യേശുവേ.
ഓ മൈ ലോർഡ്, അങ്ങേക്ക് നന്ദി. അങ്ങയുടെ ശക്തിക്കായി, അഭിഷേകത്തിനായി നന്ദി. ഓരോരുത്തരെയും അങ്ങ് ശക്തിപ്പെടുത്തുന്നതിനായി നന്ദി കർത്താവേ. അങ്ങേക്കായി സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും കർത്താവേ അങ്ങ് അനുഗ്രഹിച്ചു നൽകുന്ന കൃപയ്ക്കായി നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ആശ്രയമില്ലാതിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിക്കുന്നതിനായി, കർത്താവ് ധൈര്യപ്പെടുത്തി കൃപ നൽകിയതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഏകാന്തതയിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന ഓരോരുത്തരെയും അങ്ങയെ ഏൽപ്പിക്കുകയാണ്. അങ്ങ് ഇവരെ സംരക്ഷിക്കണമേ. അങ്ങയുടെ നാമം എന്നും മഹത്വപ്പെടുമാറാകട്ടെ. അങ്ങയുടെ കൃപ എന്നും ഉണ്ടാകട്ടെ. യേശുവിലൂടെ പ്രാർത്ഥന കേൾക്കണേ നല്ല പിതാവേ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം കേട്ടു, പ്രാർത്ഥിച്ചു. കർത്താവ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. അത് നിങ്ങൾ ഉടൻ തന്നെ അറിയുന്നതാണ്. കർത്താവ് തീർച്ചയായും നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അവന് നിങ്ങളെ സമർപ്പിക്കുക. അവൻ നിങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ പറയൂ, കർത്താവെ, ഞാൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യണം, അതിനുള്ള വഴി തുറന്നു തന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുന്നതാണ്. ആശ്രയമില്ലാത്ത അനേകം പേർക്ക് കർത്താവ് ആശ്രയം നൽകി സഹായിക്കുന്നതാണ്. നിങ്ങളിലൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ എന്തുതന്നെയായാലും അത് കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവർകളും ദൈവ ശുശ്രൂഷകരും തയ്യാറായിരിക്കുന്നു. നാളെ ശനിയാഴ്ച വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി മറക്കാതെ കാണുക. ഞായറാഴ്ച വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി അത്ഭുത മഹോത്സവമായിട്ട് നടക്കും. ഇത് സത്യം ടിവിയിലും ജീസസ് റിഡീംസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും സംപ്രേഷണം ചെയ്യും. നിങ്ങളുടെ പരിചയക്കാരോട് എല്ലാവരോടും ഇത് പറയുക. അവർക്കും ദൈവസ്നേഹം ലഭ്യമാകുന്നതാണ്. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.